സഖാക്കളെ ആരെങ്കിലും ഉണ്ടോ ലൈവില്? നമ്മളെ കാരണഭൂതന്റെ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർക്കും പിന്നെ ഒരേ വിഷയത്തിൽ 2 അഭിപ്രായമാണുള്ളത്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എഴുതി. ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കൈവന്നിച്ചാൽ സൗകര്യമായിരുന്നു. ഓക്കെ, ഒരു സഹോദരൻ വന്നു. പിന്നെ ഇപ്പം 2 ആളായി. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം അറിയാതൊരു സത്യം പറഞ്ഞു പോയി. ആ സത്യത്തിൽ പിന്നെ മൂപ്പര് ഇടയ്ക്ക് ഈ സത്യങ്ങൾ പറയും, ഇടയ്ക്കൊക്കെ ചിലപ്പോൾ അബദ്ധങ്ങളും പറയും. ഒക്കെ പൊതുശീലാണ്, അതുവരെ മൊത്തത്തിലുള്ള ശീല. അറിയാതെയാണ് സത്യം പറയുക. അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് വലിയ ജീവിതത്തിൽ സത്യം പറയില്ല. അറിഞ്ഞുകൊണ്ട് പറയണതെല്ലാം നുണേ പറയുള്ളൂ. പക്ഷെ അറിയാതൊരു സത്യം പറഞ്ഞു. മൂപ്പര് പറഞ്ഞത് കേരളത്തിൽ 10ാം ക്ലാസ്, കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം വല്ലാതെ ഇടിഞ്ഞിരിക്കുന്നു. പണ്ടത്തെ കാലത്തെ പോലെയല്ല. കേരളത്തിൽ 10ാം ക്ലാസ് പിന്നെ ജയിച്ച കുട്ടികൾക്ക് പോലും മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല എന്നുള്ളത്. മലയാളം, ബാക്കിയുള്ള ഭാഷ പോട്ടെ, ഹിന്ദി ഇംഗ്ലീഷും പോട്ടെ, എഴുതാനും വായിക്കാനും വരെ അറിയാത്ത ഒരുപാട് കുട്ടികൾ ജയിച്ചു വരുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അത് മാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ തകർച്ചയെക്കുറിച്ച് മൂപ്പര് പിന്നെ വല്ലാതെ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ പണ്ടൊക്കെ SSLCക്ക് 210 മാർക്ക് കിട്ടിയവർക്ക് പോലും നല്ല പിന്നെ അത് കിട്ടാൻ വലിയ 210 മാർക്ക് കിട്ടി കഷ്ടിച്ച് പാസ്സാവുന്നവന് പോലും അത്യാവശ്യം കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു. ഇപ്പം A+, A, B+, ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് കുറേ കൊടുക്കണ്ടല്ലോ. ഈ സെൻസർ ബോർഡ് സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണ മാതിരി ഇത് കൊടുത്തുണ്ടാക്കിയിട്ട് റിസൾട്ട് ബോഗസ് റിപ്പോർട്ടായിട്ട് കാണിക്കുകയാണ്. കേരളത്തിൽ സമ്പൂർണ്ണ വിജയം, വിദ്യാഭ്യാസ മന്ത്രിയുടെ വിദ്യാഭ്യാസ വകുപ്പിലെ വിജയമാണല്ലോ. ഇത് പറഞ്ഞു മൂപ്പരിത് പറഞ്ഞപ്പം പിന്നെ നമ്മളെ സജി ചെറിയാനങ്ങളുടെ ഈ വാക്ക് നമ്മളെ കാരണം ശിവൻകുട്ടി മാമന് ഇഷ്ടമായിട്ടില്ല. കാരണം ശിവൻകുട്ടി മാമന്റെ വകുപ്പിനെ കുറിച്ചാണല്ലോ പറയണത്. ഇത് കഴിഞ്ഞ 5-8 വർഷമായിട്ടുണ്ടായിട്ടുള്ള സംഭവമാണ്. ശിവൻകുട്ടി മാമൻ പറഞ്ഞു അങ്ങനെ സംഭവം ഇല്ല, അത് വസ്തുതാവിരുദ്ധമാണ്. കേരളത്തിൽ അങ്ങനെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരൊറ്റ കുട്ടി പോലും ഇല്ല SSLC കഴിഞ്ഞിട്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇത് തെറ്റാണെന്നേ, ഇത് തെറ്റാ. ശിവൻകുട്ടി എന്ത് പറഞ്ഞാലും സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം അതൊരു കുന്തോ അല്ല, കുടച്ചക്രോ അല്ല. കാരണം ഭരണഘടന കുന്തവും കുടച്ചക്രം അല്ലാത്ത ആളാണ് സജി ചെറിയാൻ. പിന്നെ മൂപ്പർക്ക് എന്ത് ശിവൻകുട്ടി? അപ്പൊ അതെന്താ വെച്ചാൽ മൂപ്പരെ സംബന്ധിച്ചുള്ള വിഷയമല്ല. മൂപ്പര് ഇന്നലെ ഒരു ബിരുദദാന ചടങ്ങിലാണ്, ഒരു സ്വകാര്യ പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ശിവൻകുട്ടിക്ക് പക്ഷെ ഇത് വല്ലാതെ നൊന്തുപോയി. ശിവൻകുട്ടി ഇത് പറയുമ്പോൾ, ഇതില്ല എന്ന് പറഞ്ഞ് പറയുമ്പം ഞാനൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിലൊന്നാണ് ശിവൻകുട്ടി. ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളിലൊന്നാ. ഒരു മന്ത്രിയാ, ഇത്രയും വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ആള് മുണ്ടും മടക്കി കുത്തിയിട്ട് മേശന്റെ മേലെ കൂടെ കയറി അഭ്യാസം കളിക്കുന്നത് നമ്മൾ കണ്ടതാ. പിന്നെ മൂപ്പര് ഈ പിന്നെ SSLCയുടെയും +2ന്റെയൊക്കെ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് നാക്കുപിഴ ഉണ്ടാവും, ആർക്കും ഉണ്ടാവും നാക്കുപിഴ. പക്ഷേ പിന്നെ ഇപ്പൊ നമുക്ക് പുള്ളും പുഷും തമ്മിൽ മാറിപ്പോവും അല്ലെ. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഡോറിൽ പുള്ളൊന്നും പുഷും എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിക്കേണ്ടടുത്ത് തള്ളും, തള്ളിനടുത്ത് വലിക്കും, ഇതൊക്കെ പറ്റും. മനുഷ്യനാണ്, പെട്ടെന്ന് നമുക്ക് പിന്നെ അത് തെറ്റിപ്പോവും, കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടല്ല, ഇനി മലയാളം അറിയാത്തതുകൊണ്ടല്ല, നമ്മൾ ചിലപ്പോൾ പറയുന്ന വാക്ക് മാറിപ്പോയി. ഈ വികട സരസ്വതി എന്ന് പറയുന്ന സാധനം നമ്മളെ കുംഭകർണന്റെ കാലം തൊട്ടുള്ളതാണല്ലോ. കാരണം മൂപ്പര് നിദ്രാധീനത്വം വേണമെന്ന് പറഞ്ഞപ്പോൾ അറിയാതെ നിദ്രാലുത്വം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു പോയതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ സരസ്വതി നാവ് കയറിയിട്ട് തെറ്റിച്ചുപോയി. അതിന്റെ ഭാഗമായിട്ടാണല്ലോ മൂപ്പർക്ക് വരം കിട്ടിയിട്ട് മൂപ്പര് പിന്നെ 6 മാസം ഉറക്കം, 6 മാസം ഉണർന്നിരിക്കലൊക്കെ ആയിട്ട് മാറിയത്. ഇത് പണ്ടുതൊട്ടേ ഐതിഹ്യങ്ങൾ തൊട്ടുണ്ട്. പക്ഷേ ടൈം സ്ലിപ്പ് എപ്പോഴും വരും. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നസറിയ നുസീം എന്നൊക്കെ പറഞ്ഞിട്ട് മാറിപ്പോയി. മൂപ്പർക്ക് ഒന്നാമത് എന്തോ ഷുഗർ വേരിയേഷന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം നിരന്തരം പരിഹസിക്കുന്ന ആളാണ് ശിവൻകുട്ടി. അതും കൂടെ ആലോചിക്കണം. ആ ശിവൻകുട്ടിക്ക് കണക്ക് പറഞ്ഞപ്പോൾ LLB കഴിഞ്ഞ ആളാ, അതും പഞ്ചവത്സര LLB അല്ല, ഡിഗ്രിയുടെ 3 വർഷത്തെ കോഴ്സ് പാസ്സായതിനു ശേഷം പിന്നീട് LLBക്ക് പോയിട്ടുള്ള ആളാ. അതായത് മൊത്തം 6 വർഷം അങ്ങനെ പഠിച്ചിട്ടുള്ള ആളാ. ആ LLB കഴിഞ്ഞ പിന്നെ ഇയാള് പിന്നെ ഈ 10ാം ക്ലാസ് പാസ്സായ ശിവൻകുട്ടി ഒരു തവണ എന്താണ് 9,815 അങ്ങനെ എന്തോ സാധനം, കറക്റ്റ് ഫിഗർ എനിക്കറിയില്ല കേട്ടോ, ഞാൻ പറയുന്ന സംഖ്യയിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ 9,000 എന്ന് പറയേണ്ടതിന് പകരം 900 എന്നാ പറഞ്ഞത്. അത് നമുക്ക് ഒരു വട്ടം വന്നാൽ മനസ്സിലാക്കാം. ഒരു വട്ടം വന്നാൽ നാക്ക് പിഴയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ 4,27,000 ചില്ലാൻ എന്തോ പറഞ്ഞപ്പോൾ അതും കൊണ്ടുപോയിട്ട് ആകെ കണക്ക് അട്ടിമറിച്ചിട്ട് ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിൽ 5ാം ക്ലാസ്സിലെ പിള്ളേർ കൊണ്ട് പറയാത്ത രീതിയിലുള്ള വർത്താനാണ് പറഞ്ഞത്. അപ്പം എന്ന് വെച്ചാൽ മൂപ്പർക്ക് ബേസിക്കലി കണക്കിനകത്ത് പറയാൻ, അതും നോക്കി പറയുന്നതാ.
നോക്കി വായിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ ഈ കുറിപ്പ് തയ്യാറാക്കിയത് ഇങ്ങനെ പേപ്പർ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് നോക്കി വായിക്കുക ചെയ്യുന്നത്. അത് അങ്ങനെ വായിച്ചപ്പോൾ മൂപ്പർക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് കണക്കുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. പോട്ടെ, കണക്കുമായിട്ട് മൂപ്പർക്ക് വിരോധമാണ്. കണക്ക് മൂപ്പരെ തലയിൽ കയറില്ല. ചിലർക്ക് അങ്ങനെയാണ്, കണക്ക് പിന്നെ ശരിയാവില്ല, ചിലർക്ക് ഹിന്ദി ശരിയാവില്ല. എനിക്ക് ഹിന്ദി വലിയ പ്രശ്നമായിരുന്നു ആദ്യം. ഹിന്ദി 10ാം ക്ലാസ്സിന് ഹിന്ദിക്ക് 10 മാർക്കിന് താഴെങ്ങാനായിട്ട്, കാരണം എനിക്കറിയാം നല്ല ഹൈ മാർക്കിലേ പാസ്സാവുന്നുള്ളൂ. പക്ഷെ 10ാം ക്ലാസ്സിൽ ഹിന്ദിക്ക് എനിക്ക് മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഷയത്തിന് മാർക്ക് 10 മാർക്കിലിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ തോറ്റുപോകും. നമുക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടും കാര്യമില്ല. ബേസിക് ആയിട്ട് ആ മാർക്ക് വേണം. മൂപ്പര് ഈ പിന്നെ LLB കഴിഞ്ഞാൽ മൂപ്പര് ഇംഗ്ലീഷിൽ എന്തെങ്കിലും കൊണ്ടറിയോ? ഞാൻ പറഞ്ഞത് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അറിയണമെന്നോ, ശശി തരൂർ സംസാരിക്കണ പോലെ സംസാരിക്കണമെന്നോ അങ്ങനെയൊന്നല്ല ഞാൻ പറയണം. നിർമ്മലാ സീതാരാമൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. ഞാൻ പറഞ്ഞത് ഏറ്റവും ബേസിക്കലി നമ്മളെ റഹീം സംസാരിക്കുന്ന പോലെ സംസാരിക്കണ്ടേ? റഹീം ഒന്നല്ലെങ്കിൽ വി ഓൾ ആർ ഇന്ത്യൻസ്, വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വി ആർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ആൻഡ് അവർ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് ആർ അവർ ഓൺ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. വേണ്ട, ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു, എ വിജയരാഘവന്റെ ഭാര്യ, ഇരിങ്ങാലക്കുട എന്നുള്ള MLA, പിന്നെ കോളേജ് പ്രിൻസിപ്പളായിരുന്നു, പ്രൊഫസറായിരുന്നു, ഇംഗ്ലീഷിന്റെ ആണെന്നേക്ക് തോന്നണേ. പിന്നെ ഇഫ് ഐ ആം ഗോയിങ് സംവെയർ ഓൾവേസ് മൈ ഫാമിലി ഇൻ മൈ ഹെഡ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഇംഗ്ലീഷ് എങ്കിലും പറയണ്ടേ? തനി വിട്ടിത്തരാണെങ്കിലും നോളത്തരാണെങ്കിലും മറ്റുള്ളവർ കേൾക്കുമ്പോൾ മലയാളികൾക്ക് നാണക്കേടാണെങ്കിലും, പിന്നെ രാജ്യസഭയിലേക്ക് റഹീമിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞാലും മലയാളികളുടെ വിദ്യാഭ്യാസ പ്രബുദ്ധതയെക്കുറിച്ച് അപ്പഴേ ചിന്തിക്കൂലേ? ഇവർ പറയുന്ന കേട്ട് നമ്മളിങ്ങനെ പിന്നെ PR വർക്ക് നടത്തിയിട്ടുണ്ടാക്കിയിട്ടുള്ള പ്രചരണമാണെന്നുള്ളത് വരില്ലേ? ഉന്നത വിദ്യാഭ്യാസമുള്ള ആളാ. ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ശിവൻകുട്ടി ആണെങ്കിലും SFIയിലെ പിന്നെ സംസ്ഥാന നേതാവൊക്കെ ആയിരുന്നു, റഹീം ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ വന്നതാണ്. അപ്പൊ ഇവര് പിന്നെ ബിന്ദു പിന്നെ വിജയരാഘവൻ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ അതിന്റെ ഭാര്യയാണ്. അപ്പൊ പിന്നെ അവർക്കൊക്കെ കോളേജ് പിന്നെ പ്രിൻസിപ്പളും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ SFIക്കാർ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കോപ്പി അടിച്ച് പാസ്സാകുക, മാഷുമാരെ ഞെട്ടിച്ച് പാസ്സാകുക, പിന്നെ മെഷീൻ പിടിച്ച് PSC പേപ്പർ ചോർത്തുക, ഇങ്ങനെയുള്ള കോപ്പി അടിച്ച് പിന്നെ ഡോക്ടറേറ്റ് എടുക്കുക, ഇങ്ങനെയുള്ള കണ്ടോന്റെ പിന്നെ പറമ്പിലുള്ള വാഴപ്പല എടുത്തിട്ട് വേറൊരാളെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി വെക്കുക, ഇതൊക്കെ ഇവരെ കലാപരിപാടിയാണല്ലോ സ്ഥിരമായിട്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ള പിന്നെ മൂപ്പർക്ക് എങ്ങനെയോ LLB കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ. അതുമല്ല, ഇവരെ കണക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര രസം തോന്നിയിട്ടുള്ളത്, ഈ കണക്ക് കേൾക്കുമ്പോൾ എന്റെ അനിയത്തിനെ കുറിച്ച് ആലോചിക്കുക. എന്റെ അനിയത്തി 1ാം ക്ലാസ്സിൽ ചേരുമ്പോൾ ഞാൻ 3ലാണ്. ഇവളെ കണക്ക് പഠിപ്പിക്കാൻ അംഗനവാടിയിലൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കണക്ക് പഠിപ്പിക്കാൻ എന്നെ ഏൽപ്പിക്കുന്നത്. എങ്ങനെ പഠിപ്പിച്ചു കൊടുത്താലും 19, 20 വരെ ഒക്കെ എണ്ണും. പിന്നെ 27, 28, 29, 20, കാര്യം 9 കഴിഞ്ഞാൽ 10 ആണല്ലോ. ഇവള് കേൾക്കുന്നത് മുഴുവൻ 7, 8, 9, 10 ആണ്. ആദ്യത്തെ 10 അത് കറക്റ്റാ. പിന്നെ 28, 29, 20, 38, 39, 30, ഇങ്ങനെ തന്നെ പറയുള്ളൂ. അത് ശരിയാക്കി എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മൾ അന്ന് ഇവിടെ 1ാം ക്ലാസ്സിലെ പഠിപ്പിക്കല്, അന്ന് പിന്നെ അവിടെ ട്യൂഷൻ സൗകര്യം ഇല്ലാത്ത സ്ഥലത്തായിരുന്നു. അപ്പൊ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാനാണ് ഇവിടെ ട്യൂഷൻ മാസ്റ്റർ. അപ്പൊ അതിന്റെ പേരിൽ എന്നും അടിയുമാണ് ഞങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ കൂടും, പ്രശ്നമാവും. പിന്നെ പപ്പയ്ക്കും മമ്മിക്കും ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അതാ ആലോചിച്ചത്. അവളെ കണക്കും ശിവൻകുട്ടിയുടെ കണക്കൊക്കെ, അവള് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളെ കണക്കും ഇപ്പം മന്ത്രിയായിട്ടിരിക്കുന്ന LLB കഴിഞ്ഞ ശിവൻകുട്ടിയുടെ കണക്കൊക്കെ ഒരേ നിലവാരത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ശിവൻകുട്ടിയുടെ കാര്യം അവിടെ പോരട്ടെ. ഞാൻ കോപ്പിടിച്ച് മാസമായതെന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല. SFIക്കാർ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, സംസ്ഥാന നേതൃത്വത്തിൽപ്പെട്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഈ സുരേഷ് കുറുപ്പിനെ പോലെയുള്ള പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അതിൽ വ്യത്യസ്തരായിട്ടുണ്ടായിരുന്ന ആൾക്കാർ. അങ്ങനെ അല്ലാത്ത കുറെ ഭൂരിപക്ഷം ആൾക്കാരും പിന്നെ LLB പാസ്സാവുന്നത് പോലെ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇവര് മാണ്ഡ്യയിൽ JSSൽ പോകും, അല്ലെങ്കിൽ പിന്നെ ഏത് മൈസൂർ മാണ്ഡ്യയിൽ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയിട്ട് അല്ലമീനിൽ ചേരും. എന്നിട്ട് അവിടെ നിന്ന് പോയിട്ട് അവിടെ അഡ്ജസ്റ്റ്മെന്റ് പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പാസ്സാക്കുന്ന സമയമായിരുന്നു. ഇപ്പൊ പിന്നെ കുറച്ചും കൂടി പിന്നെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയൊക്കെ വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് അത്ര നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് എടുക്കുമായിരുന്നു. അപ്പം ഇവര് ഈ പിന്നെ ഈ ശിവൻകുട്ടി പറഞ്ഞത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ലോകത്തിന് മുമ്പിൽ മാതൃകയാണ്. ഇതിനു മുമ്പ് അവകാശപ്പെട്ടത് ഇവർ അങ്ങനെ തന്നെയാണ്. വിദേശ വിദ്യാർത്ഥികളെ വരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ പോവുകയാണ്. വിദേശത്തുനിന്നുള്ള കുട്ടികളെ എത്ര വിദേശത്ത് നിന്ന് വന്നു? വല്ല ഗാനയെന്നോ സോമാലിയെന്നോ അവർക്ക് വേറെ പഠിക്കാൻ മാർഗം ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ടാവും. അവർക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ പഠിക്കാൻ സൗകര്യമില്ല. അല്ലാതെ ആരാ വന്നേ? ഇവിടെയുള്ള കുട്ടികൾ മുഴുവൻ പുറത്തേക്ക് പോവുക. എന്റെ കസിൻസിന്റെ മക്കൾ ഉൾപ്പെടെയുള്ളവർ പുറത്താ പഠിക്കുന്നത് ഭൂരിപക്ഷം പേരും. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയണത്.
+2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നേരെ പുറത്തേക്ക് പോവുക. പുറത്തേക്ക് പോകാൻ പറ്റാത്ത ചില പിന്നെ കുടുംബത്തിൽപ്പെട്ട കുട്ടികൾ പോയിട്ടുള്ളത് ഒന്നുകിൽ ഡിഗ്രിക്ക് ചെന്നൈയിൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഇവിടെ ചൂസ് ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ ക്യാമ്പസുകളിൽ ഈ SFIക്കാരെ പേടിക്കണ്ടേ? ഇവിടുത്തെ വിദ്യാഭ്യാസം ആരാ നിയന്ത്രിക്കുന്നത്? കോളേജിലെ പ്രിൻസിപ്പളാണോ? കോളേജിലെ പ്രൊഫസർമാരാണോ? ഈ പഠിക്കാൻ പോയ പിള്ളേരല്ലേ നിയന്ത്രിക്കുന്നത്? അവരല്ലേ എങ്ങനെ ക്ലാസ് എടുക്കണം എന്നുള്ളതും ആരൊക്കെ ക്ലാസ് എടുക്കണം എന്നുള്ളതും എപ്പോൾ ക്ലാസ് എടുക്കണം എന്നുള്ളതും തീരുമാനിക്കുന്നത്. അങ്ങനെ തകർത്ത് കളഞ്ഞതല്ലേ വിദ്യാഭ്യാസ മേഖലയെ? ട്രേഡ് യൂണിയൻകാർ തകർത്ത പോലെ തന്നെ വലിയൊരു പങ്കില്ലേ ഇപ്പൊ SFIക്ക് അത്തരം തകർച്ചയ്ക്കകത്ത്. എന്നിട്ടാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ സജി ചെറിയാനൊന്നും ഒരു വിഷയമല്ല. സജി ചെറിയാൻ ഞാൻ പറഞ്ഞല്ലോ, ഭരണഘടന വരെ കുന്തവും കുറച്ചൊക്കെ അല്ല, പിന്നെ ഇപ്പൊ ഇയാളും കുന്തവും കുറച്ചൊക്കെ ഒന്നല്ല. പക്ഷെ ശിവൻകുട്ടി ഇതിനകത്ത് ന്യായീകരിക്കണമെന്ന് കേൾക്കുമ്പോൾ ഇതേപോലെ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. കേരളത്തിലെ ഇവര് പറയുന്നത് വിദേശ വിദ്യാർത്ഥികളോട് വരുന്നു, അന്യ സംസ്ഥാനത്ത് പോലും വിദ്യാർത്ഥികളോട് വരുന്നില്ലാന്നേ. നീറ്റ് എഴുതിയിട്ട് MBBS ഇതിനൊക്കെ അഡ്മിഷൻ അലോട്ട്മെന്റ് വരുമ്പം വന്നു പോകുന്നതാണ്, ചൂസ് ചെയ്ത് വരുന്നതല്ല, വന്നു പോകുന്നതാണ്. അവരുടെ മുമ്പിൽ ദർ ഇസ് നോ എനി ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ദം. അതുകൊണ്ട് അവർ ഫോഴ്സ്ഫുള്ളി ഇങ്ങോട്ട് വരികയാണ്. അതേസമയം ഞാൻ എന്തായാലും LLB ചെയ്തിട്ടില്ല കേട്ടോ, മൂപ്പരെ പോലെ LLB ചെയ്തിട്ടില്ല. പഠിച്ചതൊക്കെ എങ്ങനെയൊക്കെയാണോ ബുദ്ധിമുട്ടിയെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്തായിരുന്നാലും ശിവൻകുട്ടി ഒരു സ്ഥലത്ത് ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടതാ. ഒരു ഹോട്ടലിൽ ഇവരെന്തോ പ്രോഗ്രാം നടത്തുക, അതിലായിട്ട് കറണ്ട് പോയി. കറണ്ട് എന്താ പോയത്? കറണ്ട് എന്താ കൊണ്ടുപോയത്തെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മറ്റവരെന്താ നോർത്ത് ഇന്ത്യൻസ് ആണ് മൊത്തം സ്റ്റാഫ്, മാനേജറും ബാക്കിയുള്ളവരൊക്കെ. അപ്പൊ ഇവർക്ക് മനസ്സിലാവില്ല, ഇവരിങ്ങനെ മേപ്പിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടെങ്കിൽ ചോദിക്കുക, കറണ്ട് എന്തുകൊണ്ടാ പോയെന്ന്. LLB കഴിഞ്ഞ ഒരാളെ ഇയാളെ ക്വാളിറ്റി എന്താ? ഇയാളൊക്കെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി മൂപ്പരാ. ഇഫ് ഐ ആം ഗോയിങ് സംവെയർ ദെൻ അതന്നെ മര്യാദക്കല്ല പറയണത്. സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ഇഫ് ഐ ആം ട്രാവലിംഗ് ടു സംവെയർ എൽസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയേണ്ടത്. എന്നൊക്കെ ഇത് പറയുന്നത് ഐ ആം ഗോയിങ് റീച്ചിങ് സംവെയർ ദർ ഈസ് ഓൾവേസ് മൈ ഫാമിലി ഇൻ മൈ ഹെഡ്. പുള്ളിക്കാരുടെ തലക്കകത്ത് പുള്ളിയുടെ കുടുംബത്തെ കൊണ്ട് കിടക്കുകയാണെന്ന് ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ എന്റെ ചിന്തകളെല്ലാം കുടുംബത്തെക്കുറിച്ചാണെന്നാണ് പറയാൻ ശ്രമിച്ചത്. അത് പറയേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കണ്ടേ ഇംഗ്ലീഷിൽ? ഞാൻ പറഞ്ഞിപ്പോൾ പിന്നെ ഇവിടെ ഷാഫി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, പിന്നെ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. എന്തിനേറെ VS അച്യുതാനന്ദൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള VS അച്യുതാനന്ദൻ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. EK നായർ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. കരുണാകരൻ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. കരുണാകരനൊക്കെ ഇവരെല്ലാം പ്രാഥമിക വിദ്യാഭ്യാസമുള്ളവരാ. ഇയാൾക്ക് തന്നെ എഴുതി കൊടുത്താലേ സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണബോധന അന്ന് അവിടെ എന്ന് വെച്ചാൽ പഠിക്കാൻ പോയ സമയത്ത് സംഭവം ഡിഗ്രി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നെന്ന് വെച്ചാൽ പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന തിരക്കിലായിരുന്നല്ലോ. അപ്പം ഈ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഊരിപ്പിടിച്ച വാളിന്റെ ഇടയിൽ കൂടിയൊക്കെ നടന്നു പോണ പ്രത്യേക കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരുന്നുണ്ട്. മൂപ്പർക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഇവർ ആരോഗ്യ മേഖലയെക്കുറിച്ച് ഇത് തന്നെയല്ലേ പറയാറുള്ളത്. കേരളത്തിലെ ആരോഗ്യ മേഖല ലോകത്തിന് മാതൃകയാണ്. കോവിഡിനെ പ്രതിരോധിച്ചത് ലോകത്തിന് മാതൃകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ അല്ലേ നമ്മൾ അറിയണത് യഥാർത്ഥ കണക്കുകൾ മറച്ചു വെച്ചു. 11,000 പേര് മരിച്ചിട്ട് ആ കണക്കുകൾ മറച്ചു വെച്ചു. ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് കേരള, ഇന്ത്യയിൽ 1ാം സ്ഥാനത്തുള്ളത് മഹാരാഷ്ട്രയ്ക്ക് കേരളത്തിനേക്കാൾ ഇരട്ടിയിലേറെ ജനസംഖ്യയുണ്ട് അവിടെ. കേരളത്തെക്കാൾ 4 ഇരട്ടി ജനസംഖ്യയുള്ള UP ഇവിടെ 20 ലോക്സഭാ സീറ്റുള്ള, അവിടെ 80 ലോക്സഭാ സീറ്റുണ്ട്. പോപ്പുലേഷൻ കണക്ക് ഞാൻ എടുത്തു നോക്കിയില്ല സെൻസസ്. പിന്നെ അവിടെ മരിച്ചതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇവിടെ മരിച്ചു. പക്ഷെ അത് വേറെ കണക്കുകൾ തള്ളി, കോവിഡിന്റെ കണക്കിൽ പെടുത്തിയില്ല, കൃത്രിമത്വം കാണിച്ചു. എന്താണെന്ന് വെച്ചാൽ ഒന്ന് നഷ്ടപരിഹാരം കൊടുക്കണ്ട, 2 പിന്നെ ഒരു ഇമേജ് ബിൽഡിംഗ് നടത്തുക. മനുഷ്യന്റെ ശവം വെച്ചിട്ടേ, മരിച്ചുപോയ പാവപ്പെട്ടവരെയൊക്കെ ശവം വെച്ചിട്ടാണ് ഈ ഇമേജ് ബിൽഡിംഗ് നടത്തുന്നത്. അത് ആലോചിച്ച് നോക്കണം. ആരോഗ്യ മേഖല ലോകത്തിന് മാതൃകയാണ്. മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഇവരെ പ്രൊജക്ട് ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ നാശാക്കിയത് കാരണഭൂതം വന്നതിന് വെച്ചാൽ ഇതിനു മുമ്പൊക്കെ ഇതൊക്കെ മര്യാദക്ക് നടന്നിരുന്നു കുറെയൊക്കെ. ഈവൻ അറബികൾ വരെ കേരളത്തിൽ ചികിത്സയ്ക്ക് വന്നൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ പോയാൽ ഈ പറഞ്ഞ പോലെ തന്നെ DYFIയുടെ പൊതിച്ചോറുണ്ട്, അതല്ലേ ഉള്ളൂ, വേറെ സാധനമൊന്നുമില്ലല്ലോ. ഇവിടെ ചികിത്സയ്ക്കല്ലേ പോണേ, ഭക്ഷണം കഴിക്കാനല്ലല്ലോ പോണേ. അതിന് ഹോട്ടലിൽ പോകുന്ന ആൾക്കാര്, ആൾക്കാർ ആശുപത്രിയിൽ പോകണം എന്തിനാ? ഭക്ഷണം കഴിക്കാനാ പോണേ, ഇവരെ പൊതിച്ചോറ് തിന്നാൻ. അപ്പൊ ഈ ഇമാതിരി പിന്നെ ഈ പമ്പര വെട്ടികൾ ഭരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൊളാക്കിയിരിക്കുക. ആരോഗ്യ മേഖലയെ മെഡിക്കൽ ടൂറിസം പിന്നെ കൊണ്ടുവരുന്നു, ആരോഗ്യ മേഖലയെ ആകെ വിപുലീകരിക്കുന്നു.
ആയുർവേദ മേഖലയിൽ കോട്ടയ്ക്കൽ ആയുർവേദശാല അതിന് പ്രൈവറ്റ് സ്ഥാപനം ആയതുകൊണ്ട് മര്യാദയ്ക്ക് കൊണ്ടു നടക്കുന്നുണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്. അല്ലാതെ ഇവരെ പൊതു ആരോഗ്യ മേഖല പബ്ലിക് ഹെൽത്ത് സെക്ഷൻ ഏത് രീതിയിലാണ് കൊണ്ടുപോകുന്നത്? ഇവിടെ അതുകൊണ്ടാണല്ലോ ഇയാൾ പിന്നെ പനി പിടിച്ചാൽ അപ്പം അമേരിക്കയ്ക്ക് പോകണത്. ഇവിടുത്തെ ആശുപത്രിയിൽ സംവിധാനം ഇല്ല എന്നുള്ളതുകൊണ്ടല്ലേ? ഇവിടെ പോയ പാരസിറ്റാമോളും കൂടി കിട്ടൂല എന്നുള്ളതുകൊണ്ടല്ലേ ഇവരെ ക്യാപ്റ്റൻ കാരണഭൂതൻ പോണത്? എന്നിട്ട് ഒക്കെ ഉണ്ടാക്കി എന്ന് പറയും. എന്തായിരുന്നാലും ഇവർ തമ്മിലുള്ള ഈ തർക്കം ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഇവരവസാനം സബൂറാക്കും കേട്ടോ. സബൂറാക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മലപ്പുറത്തെ ഭാഷയാണ്. സബൂറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഇവർ തമ്മിൽ ഒരുമിച്ച് ഒരു ധാരണയിലെത്തി ഇവർ പറയും ഞങ്ങളുടെ വാക്കുകൾ അടർത്തിയെടുത്ത് മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു. ഇത് സ്ഥിരം പരിപാടിയാ എല്ലാവരെയും, ഇവരെല്ലാം പരിപാടി അതാ. അതുകൊണ്ടാണല്ലോ ടീച്ചറമ്മ ആദ്യം പോൺ വീഡിയോ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ പറയാം ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറയാം, ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാം. ഇവർക്കൊക്കെ എത്ര തന്തയാണെന്ന് ചോദിക്കുന്നുണ്ട്, എത്ര വാപ്പയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു നിലപാടില്ലാത്തൊരു അപ്പം വാക്ക് മാറ്റുക. ഇവർ ഈ നാടിനെ കൊണ്ടുപോയി കൊളായി കൊണ്ടുവയ്ക്കുക. അതിന്റെ ഫലം ഞാൻ അനുഭവിക്കും. എന്തായിരുന്നാലും ഇത് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട് ഇവര് തമ്മിലുള്ള തർക്കം. കാരണം മന്ത്രിസഭയിൽ തന്നെ കൂടുതൽ ആള് പറയാണ് വിദ്യാഭ്യാസ നിലവാരം ആകെ തകർന്നു പോയി, പിന്നെ കുട്ടികൾക്ക് മലയാളം 10ാം ക്ലാസ് പാസ്സായിട്ട് എഴുതാനും വായിക്കാനും. ഇത് ഫാക്റ്റാ. എന്റെ ഫാമിലി ജോലി ചെയ്തിരുന്ന ഒരാൾ, ഞാൻ ഫാമിന് അടുത്തിട്ട് താമസിക്കുന്ന ഒരാളെയാണ് ഞാൻ ആക്കിയത്. അവിടെ നോക്കാൻ ഒരാൾ, പിന്നെ ബാക്കി 2 ഹിന്ദിക്കാരെ. അതിലെന്റെ കുറെ പൈസയും മുടിഞ്ഞു പോയി, ഞാൻ ആകെ നശിച്ചു പോയി അതിൽ. കാരണം നെൽകൃഷി, പിന്നെ മീന്, ആട്, പിന്നെ പശു, പോത്ത്, തുടങ്ങാത്ത ഒന്നുമില്ലായിരുന്നു. നെൽകൃഷിയൊക്കെ പാട്ടത്തിനെടുത്തിട്ട് തുടങ്ങി. എനിക്ക് കൃഷിയോടുള്ള പാഷം കൊണ്ട് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ കൃഷി ഇങ്ങനെ വരിക, ഈ യൂട്യൂബൊക്കെ ഇരുന്ന് നോക്കുക, കർഷകശ്രീ സ്ഥിരം മേടിക്കുക, അങ്ങനെ ഇരുന്ന് നോക്കിയിട്ട് കൃഷി ചെയ്യുക, പൈസ ഉണ്ടാക്കുക എന്നുള്ള, ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ളതല്ല, അതിനാണെങ്കിൽ വേറെ എവിടെയെങ്കിലും. പക്ഷെ ഇത് നമ്മുടെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ്. നമുക്ക് അന്ന് 5 സെന്റ് സ്ഥലം പോലും ഇല്ലാത്തൊരു സമയത്ത് വാടക വീട്ടിലൊക്കെ നമ്മൾ ഇങ്ങനെ പച്ചക്കറി ഗ്രോ ബാഗിലൊക്കെ വളർത്തിയിട്ടുണ്ട്. കാരണം അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഗൾഫിൽ പോയിട്ട് ഗൾഫിൽ ചെയ്തിട്ടുണ്ട്. പാവലും പയറും പിന്നെ വഴുതനയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പാവലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഗൾഫിൽ എന്താ വെച്ചാൽ ഒരു മരുന്ന് പഠിക്കണ്ട. ഈ സൾഫറിന്റെ അംശം മണ്ണിൽ നല്ലോണം ഉള്ളതുകൊണ്ട് ഈ പിന്നെ മറ്റുള്ള ക്ഷുദ്രജീവികളുടെ ശല്യമൊന്നുമില്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഓഫീസിലുള്ളവർക്കെല്ലാം കൊണ്ടേ കൊടുക്കും. പാവയ്ക്കൊക്കെ ഒരുപാട് ഉണക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നു. ഒരു ഇഷ്ടത്തിന്റെ പുറത്താണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിക്കണമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്തതിന്റെ ഭാഗമായിട്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഇത് ചെയ്ത് പൊളിഞ്ഞു തുമ്പില്ലാതെ ആയപ്പോഴാണ് ഈ മീഡിയ ഫീൽഡിലേക്ക് വന്നത്. ഇവിടെ ആകുമ്പോൾ പിന്നെ ഇപ്പോൾ ഒന്നും പൊളിയാനില്ല. പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ പോയി പിന്നെ മര്യാദയ്ക്ക് പണിയെടുക്കാൻ പോയാൽ ഇന്നും പോണില്ല, പോയാൽ 10,000 രൂപ നമുക്ക് കിട്ടും എന്നുള്ളതുകൊണ്ട്, 2 സ്റ്റോറി പോയിട്ട് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട്. അത് പിന്നെ ജീവിതത്തിൽ ഏറ്റവും അബദ്ധകരമായിട്ടുള്ള തീരുമാനം തന്നെയായിരുന്നു കൃഷി. ഞാൻ എന്തായാലും എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് അറിയാതെ, എനിക്ക് ഈ ഡൈവേർട്ട് ചെയ്യുന്ന കാട് കയറുന്ന സ്വഭാവമുണ്ട്. ഞാൻ ഈ ശിവൻകുട്ടി മാമേന്റെയും സജി ചെറിയാനങ്ങളുടെ ഈ ഒരു വിഷയം നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയണം എന്ന് എഴുതിയിട്ടാണ്. പത്രങ്ങളിലൊക്കെ നാളെ ഒന്നും കൂടി വിശദമായിട്ട് വരുമായിരിക്കും. ഓക്കെ, ചാനലുകൾ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല, ഓൺലൈനിൽ കണ്ടതായ